നാദ എന്ന് പറഞ്ഞാൽ അറബിയിൽ വിളിച്ചു എന്നാണ്. നാദയിത്തു ഞാൻ വിളിച്ചു, നാദയിത്തുക് ഞാൻ എന്നെ വിളിച്ചു, നാദയിത്തുക് മറാത്ത് എത്ര പ്രാവശ്യം എന്നെ വിളിച്ചു. അപ്പോൾ നാദ എന്ന് പറഞ്ഞാൽ വിളിച്ചു. മിന്നാദാനി ആരാണ് എന്നെ വിളിച്ചത്, മിന്നാദാനി ആരാണ് എന്നെ വിളിച്ചത്. ഇത് ഫോണിലോട്ട് വിളിക്കുന്നതിനല്ല, അല്ലാതെ വിളിക്കുന്നതിനാണ് നാദ. അതുപോലെ തന്നെ കൂവി വിളിക്കുന്നതിന് ഹജ്ജ എന്ന് പറയും, ഷൗട്ട് ചെയ്ത് വിളിക്കുക, ഹജ്ജ മിംബീദ് അവൻ ദൂരെ നിന്നും ഷൗട്ട് ചെയ്ത് വിളിച്ചു എന്നുള്ളതാണ്. അതുപോലെ സൊറഹ എന്ന് പറയും, സൊറഹ എന്ന് പറഞ്ഞാലും അട്ടഹസിച്ച് വിളിക്കുക. സൊറഹ അഹൂ അവൻ അവൻ്റെ സഹോദരനെ അട്ടഹസിച്ച് വിളിച്ചു, സൊറഹ. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ഈ വിളിയായി ബന്ധപ്പെട്ട് അറബിയിലുണ്ട്. പക്ഷെ സാധാരണയായിട്ട് നാദ എന്ന് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ നാദ എന്ന് പറഞ്ഞാൽ വിളിച്ചു കൂട്ടി, വിളിച്ചു എന്നൊക്കെ അർത്ഥം. ഈ വാക്കിൽ നിന്നാണ് നാദി എന്നുള്ള അർത്ഥം, നാദി എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. നാദി എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് എന്നൊക്കെയാണ്. പക്ഷേ അത് ജിമ്മുകൾക്ക് ഉപയോഗിക്കും. ജിമ്മിലൊക്കെ ആളുകൾ കൂടുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ വിളിച്ചു കൂടുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ പണ്ട് ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചിരുന്ന ഒരു ക്ലബ്ബ് എന്നുള്ള അർത്ഥം അറബിയിലും നാദി എന്ന് ആയിട്ട് ഉപയോഗിക്കുകയും പിന്നെ അത് ജിമ്മുകൾക്കടക്കം നമ്മൾ നാദി എന്ന് പറയും. അപ്പോൾ ഇതും നാദ എന്നുള്ള വാക്കിൽ വന്നാണ്. ഈ ഫോൺ വിളിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം.